ഹലോ, മനുഷ്യനും കമ്പ്യൂട്ടറിനും ഇടയിലുള്ള ആ പ്രധാന പാലം, അതായത് കീബോർഡിനെക്കുറിച്ച് ഈ എക്സ്പ്ലെയിനറിൽ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയും നിർദ്ദേശങ്ങളും നൽകാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ്. സത്യത്തിൽ QWERT, DVORAC, AZTRT എന്നിങ്ങനെ പലതരത്തിലുള്ള കീബോർഡുകൾ ഇന്ന് നിലവിലുണ്ട് കേട്ടോ. എങ്കിലും ലോകമെമ്പാടുമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ലേഔട്ട് QWERT കീബോർഡാണ്. ഇനി ഈ ലേഔട്ടിലെ പ്രധാന കീകൾ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഒന്നാമതായി ആൽഫ ന്യൂമറിക് കീകൾ. ഇതിൽ എ മുതൽ Z വരെയുള്ള അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളുമൊക്കെ ഉൾപ്പെടുന്നു. രണ്ടാമത്തേത് ഫംഗ്ഷൻ കീകൾ. ഇവ കൃത്യമായി എത്രയെണ്ണമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, 12 എണ്ണം. F1 മുതൽ F12 വരെയുള്ള ഈ കീകൾ കമ്പ്യൂട്ടറിലെ പ്രത്യേക ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മൂന്നാമതായി നാവിഗേഷൻ കീകൾ. സ്ക്രീനിൽ നമ്മൾ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നത് ഇവ തീരുമാനിക്കുന്നു. കഴ്സർ എളുപ്പത്തിൽ നീക്കാൻ സഹായിക്കുന്ന ആരോ കീസ്, ഹോം, പേജപ്പ് പോലുള്ളവയാണ് ഈ ഗ്രൂപ്പിൽ ഉള്ളത്. നാലാമത്തേത് ഫോർമാറ്റിംഗ് കീകൾ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് കൃത്യമായി ഫോർമാറ്റ് ചെയ്യാൻ ഇവ അത്യാവശ്യമാണ്. സ്പേസ് ബാർ, ടാബ് കീ, പിന്നെ എൻ്റർ കീ എന്നിവയൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഗ്രൂപ്പിൽ വരുന്നത്. ഇവിടെ രസകരമായൊരു കാര്യമുണ്ട്. കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണെന്നറിയാമോ? അത് സ്പേസ് ബാർ ആണ്. അഞ്ചാമത് മോഡിഫയർ കീകൾ. ഷിഫ്റ്റ്, കൺട്രോൾ, ആൾട്ട് എന്നീ കീകൾ മറ്റ് കീകളുടെ പ്രവർത്തനം തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്നു. നമ്മൾ ഏകദേശം കഴിഞ്ഞു. പക്ഷേ ഡിലീറ്റ്, ബാക്ക്സ്പേസ്, ഹെൽപ്പ് തുടങ്ങിയ കീകൾ ഏത് വിഭാഗമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവ സ്പെഷ്യൽ പർപ്പസ് കീകളാണ്. അതുപോലെ തന്നെ ക്യാപ്സ് ലോക്ക്, നം ലോക്ക് എന്നിവ ടോഗിൾ കീകൾ എന്നും അറിയപ്പെടുന്നു. അങ്ങനെ ഈ ബട്ടണുകളുടെ കൂട്ടം കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണമായി ഡിജിറ്റൽ ലോകത്തെ നിയന്ത്രിക്കുന്നു.